വലിയഴീക്കിൽ നിന്ന് ആർ അരുൺരാജ് ചേരുന്നു. അവിടെയാണ് ഈ കണ്ടെയ്നർ തീരമണഞ്ഞിരിക്കുന്നത്. തീരമണഞ്ഞ കണ്ടെയ്നറിൽ നിന്നുള്ള വസ്തുക്കളെക്കുറിച്ചുള്ള ഭീതി അവിടുത്തെ ജനങ്ങളിലുണ്ടോ? എന്താണ് അരുൺരാജ് നമുക്ക് മനസ്സിലാകുന്ന കാര്യം? അവിടെയും ഈ കാറ്റിൻ്റെ ശല്യമുണ്ട്. അരുൺരാജിനോട് പ്രേക്ഷകർ പറയുന്നുണ്ട് കേട്ടോ, കാറ്റ് വരുന്നത് കൊണ്ട് പെർമനൻ്റായിട്ട് ഈ കുട ഫിറ്റ് ചെയ്യാനുള്ള സംവിധാനം ഒപ്പിക്കണം എന്ന്. സീന മുഹമ്മദ് അവിടെ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുക അരുൺരാജിൻ്റെ തലയിൽ കുട ഫിറ്റ് ചെയ്യാനായിട്ട്. SKN കാറ്റിന്റെ ഗതി മാറുകയാണ്. SKN കാറ്റിന്റെ ഗതി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമ്മളിപ്പോൾ ഉള്ളത് വലിയഴീക്കിലാണ്. വലിയഴീക്കിലും ഈ പറയുന്ന പോലെ തന്നെ ഇന്നലെ 2 കണ്ടെയ്നറാണ് തീരമണഞ്ഞത്. ഈ തീരമണഞ്ഞ കണ്ടെയ്നറിൽ നിന്ന് ഇപ്പോൾ പോലീസും അതുപോലെ തന്നെ കസ്റ്റംസും എത്തി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശേഖരിച്ചു. കൂടുതൽ വ്യക്തത ഇക്കാര്യങ്ങളിൽ എന്താണ് ഈ കണ്ടെയ്നറിൽ ഉണ്ടായിരുന്നത് എന്ന കാര്യത്തിലടക്കം കസ്റ്റംസിന്റെ പക്കൽ കൃത്യമായ തെളിവുകളടക്കമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട പരിശോധന ഇന്നലെ കസ്റ്റംസ് പുലർച്ചെയോടെ തന്നെ പൂർത്തിയാക്കിയിരുന്നു. മഗസ് റിപ്പോർട്ട് അടക്കം തയ്യാറാക്കി. ഈ ഇറക്കുമതി തീരുവ ചുമത്തിയായിരിക്കും ഇനി കണ്ടെയ്നറും അതുപോലെ തന്നെ ഇതിലെ സാധനങ്ങളും ഇവിടെ നിന്ന് മാറ്റുക. കാരണം ഇന്ത്യൻ നിയമം അനുസരിച്ച് ഈ തീരത്ത് അണഞ്ഞ ഏതെങ്കിലും സാധനങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ ഇന്ത്യൻ നിയമം അനുസരിച്ച് ഇറക്കുമതി തീരുവ ചുമത്തും. ഇതിനുശേഷം ഇത് കൊല്ലം പോർട്ടിലേക്ക് കൊണ്ടുപോകും. ഈ പല സ്ഥലങ്ങളിലും ഈ കൊല്ലം തീരത്ത് മൊത്തം എത്തിയത് 32ആണ്. ആലപ്പുഴയിലും അതുപോലെ തന്നെ കണ്ടെയ്നറുകൾ അടിഞ്ഞിട്ടുണ്ട്. ഈ സ്ഥലങ്ങളിലെല്ലാം തന്നെ ഈ കണ്ടെയ്നറുകൾ കൊല്ലം പോർട്ടിലേക്കായിരിക്കും എത്തിക്കുക. കാരണം ഇത് അവിടെ നിന്ന് പിന്നീട് കസ്റ്റംസിന്റെ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ ഈ കരാർ ഏറ്റെടുത്തിരിക്കുന്ന കമ്പനി, ഇത് നീക്കം ചെയ്യാൻ കരാർ ഏറ്റെടുത്തിരിക്കുന്ന കമ്പനിയായിരിക്കും ഇത് പിന്നീട് ട്രാൻസ്പോർട്ടേഷൻ അടക്കം നടത്തുക. ഈ പല സ്ഥലങ്ങളിലും കണ്ടെയ്നറുകൾ നീക്കം ചെയ്യാൻ ഈ ട്രക്കുകളോ അതുപോലെ തന്നെ ഉയർന്ന വാഹനങ്ങളോ എത്താൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അവിടെ എന്ത് ചെയ്യണം എന്നതാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത്. കടലിലൂടെ ഒരുപക്ഷെ ഈ ബോട്ട് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ വസ്തുക്കൾ ഉപയോഗിച്ചോ ഇതിനെ കെട്ടിവലിച്ച് ഈ കൊല്ലം പോർട്ടിലേക്കോ അതുപോലെ തന്നെ മറ്റ് ഈ അനുയോജ്യമായ സ്ഥലങ്ങളിലേക്കോ കൊണ്ടുപോയ ശേഷമായിരിക്കും അവിടെ നിന്ന് ഈ കണ്ടെയ്നറുകൾ മാറ്റുക. എന്തായാലും ജനങ്ങളോട് ജാഗ്രത തുടരാൻ തന്നെയാണ് ജില്ലാ ഭരണകൂടങ്ങൾ നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഈ വലിയഴീക്കിൽ നമ്മൾ ഈ കാണുന്ന ഈ കണ്ടെയ്നർ അത് പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ്. ഈ കണ്ടെയ്നർ തന്നെ 2ആയി പിളർന്ന രീതിയിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇതിലെ വസ്തുക്കൾ പോലീസ് നിരീക്ഷണം തന്നെ ഇപ്പോൾ പല സ്ഥലങ്ങളിലും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇതുവരെ തീരത്ത് എത്തിയ സാധനങ്ങൾ അപകടകരമായ വസ്തുക്കളില്ല എന്നുള്ളതാണ് നിലവിൽ കസ്റ്റംസും അതുപോലെ തന്നെ കോസ്റ്റ് ഗാർഡും അടക്കം വ്യക്തമാക്കുന്നത്. എന്തായാലും പരിശോധന ഇപ്പോഴും തുടരുകയാണ്, അന്വേഷണവും തുടരുകയാണ്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് ഈ മറ്റ് സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും ഇത്തരത്തിൽ വസ്തുക്കൾ എത്തിയിട്ടുണ്ടോ എന്ന കാര്യത്തിലും അന്വേഷണം തുടരുന്നുണ്ട്. അരുൺരാജാണ് വിവരങ്ങൾ നൽകിയത് കൊല്ലത്തുനിന്ന്.